നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്താണ്? നമുക്കൊരു ഇൻട്രാക്റ്റീവ് ആവാം, കുറഞ്ഞ സമയമുള്ളെങ്കിലും ഇൻട്രാക്റ്റീവ് ആവാം. എന്താണ് നമ്മളുടെ ഏറ്റവും വലിയ അസറ്റ്? എന്താണ്? വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് അസറ്റ് ഇൻ യുവർ ലൈഫ്? അവർസെൽസ്. അവർസെൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസൻസ്, നമ്മളാണെന്നാണ് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞത് അല്ലേ? സാധാരണ എല്ലാ ബില്യണേഴ്സും പറയുന്നൊരു വാക്കാണ്, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ വേൾഡ് ഈസ് ആക്ച്വലി ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ് എന്ന് പറയും അല്ലേ? അപ്പം നമ്മളാണ് ഏറ്റവും വലിയ അസറ്റ്. നമ്മളിൽ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റാണ്. ആണോ? നമ്മളെ ഏറ്റവും വലിയ അസറ്റ് ആക്ച്വലി നമ്മളുടെ മൈൻഡ് സെറ്റാണ്. നമ്മളുടെ ഏറ്റവും വലിയ ലയബിലിറ്റിയും ചിലപ്പോൾ എന്താവും? നമ്മളുടെ മൈൻഡ് സെറ്റാവും. നമ്മുടെ മൈൻഡിനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മളെ ഏറ്റവും വലിയ ലയബിലിറ്റി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അല്ലേ? ഒന്ന് താളം തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയും കുതിരോട്ടത്തെത്താൻ ചിലപ്പോൾ മൈൻഡ് സെറ്റ് വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ലയബിലിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ആക്ച്വലി ബില്യനെയർ മൈൻഡ് സെറ്റാണ്. ഒരു ബിസിനസ് എന്തുകൊണ്ട് സക്സസ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബിസിനസ്സുകാരെ കഴിഞ്ഞ ഒരു 10-15 വർഷത്തോളമായിട്ട് ബിസിനസ്സുകാരുമായിട്ട് നിരന്തരമായിട്ട് ഇൻട്രാക്ഷൻ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയത്, ഒരു ബിസിനസ് സക്സസ് ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതിൻ്റെ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ 60% നമ്മളുടെ മൈൻഡ് സെറ്റാണ്, 20% നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ്, ബാക്കി റിമൈനിങ് 20% ആക്ച്വലി ആക്ഷൻസ് ആണ്, നമ്മൾ എടുക്കുന്ന ആക്ഷൻസ് ആണ്. പക്ഷെ നമ്മൾ ഈ എന്തൊക്കെ സ്ട്രാറ്റജി കൊടുത്തു കഴിഞ്ഞാലും, ബിസിനസ്സുകാർ പലപ്പോഴും കൺസൾട്ടിങ്ങും കോച്ചിങ്ങും എടുത്തു കഴിഞ്ഞാലും പലപ്പോഴും സ്ട്രാറ്റജി ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല. അവരുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൺസൾട്ടിങ് തന്നെ എന്താവില്ല, അവിടെ വർക്ക് ആവില്ല. അവർ ആക്ഷൻസ് കൊടുക്കില്ല, ആക്ഷൻസ് നീട്ടി കൊണ്ടുപോകും. ഒരു വലിയ ബിസിനസ്സുകാരനും ഒരു ചെറിയ ബിസിനസ്സുകാരനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ മൈക്രോ സ്മോൾ മീഡിയം ഓണ്ടർപ്രണേഴ്സ്, അതിൽ വലിയ ബിസിനസ്, ഇപ്പോൾ ഇവിടെ ഇന്ന് വരുന്ന ഗസ്റ്റുകളൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ടോപ്പ് ലെവൽ ഓണ്ടർപ്രണേഴ്സും ചെറിയ ഓണ്ടർപ്രണേഴ്സും മൈക്രോ സ്മോൾ ബിസിനസ്സുകാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? വലിയ ഗ്യാപ്പ് എന്താണ് ഗ്യാപ്പ്? ദ ഗ്യാപ്പ് ഈസ് ആക്ച്വലി മൈൻഡ് സെറ്റ്. വലിയ ബിസിനസ്സുകാർക്ക് വലിയ വിഷൻസ് ഉണ്ടാവും, വലിയ പെർസെപ്ഷൻസ് ഉണ്ടാവും, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലെ? ആ സ്വപ്നങ്ങളാണ്, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ്, വലിയ ചിന്തകൾ ഉണ്ടാവുമ്പോഴാണ്, വലിയ കാഴ്ചപ്പാട് ഉണ്ടാകുന്നതുകൊണ്ടാണ് അവർ വലിയ ബിസിനസ്സുകാരായത്. മൈക്രോ സ്മോൾ ബിസിനസ്സുകാരുടെ കമ്പാരിറ്റീവ്ലി അവർക്ക് ചെറിയ സ്വപ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ ചെറിയ ബിസിനസ്സുമായിട്ട് കൂടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും, ഒരു ബിസിനസ്സിനെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും ബേസിക്കലി എന്താണ്? ആ ബിസിനസ്സുകാരൻ്റെ മൈൻഡ് സെറ്റ് തന്നെയാണ്. അപ്പോൾ 60% ആണ് മൈൻഡ് സെറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം ഈ മൈൻഡ് സെറ്റ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ട്രാറ്റജി എന്താവില്ല, വർക്കൗട്ട് ആവില്ല, അവർ ആക്ഷൻസ് എടുക്കില്ല. പിന്നെ ഒരു വലിയ ബിസിനസ്സുകാരനും ഒരു ചെറിയ ബിസിനസ്സുകാരനും തമ്മിൽ വേറൊരു വ്യത്യാസം, അല്ലെങ്കിൽ ലീഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു ലീഡർ ഒരാളെ എപ്പോഴാണ് ഒരാളെ ലീഡർ ആക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാനുള്ള ഒരാളുടെ കഴിവാണെന്ന് പറയാം അല്ലെ? പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള ഒരാളുടെ കഴിവാണ് ആക്ച്വലി ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഫാസ്റ്റസ്റ്റ് ആയിട്ട് അപ്പോൾ വലിയ ലീഡേഴ്സ് അവരെന്തുകൊണ്ട് ടോപ്പ് ലെവലിലേക്ക് പോകുന്നു വെച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് സെക്കൻഡിലൊരു അംശം കൊണ്ട്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യും, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് ബിസിനസ്സിൽ വളരെ പ്രധാനമാണ്. പക്ഷെ പലപ്പോഴും ഈ മൈക്രോ സ്മോൾ സ്ട്രഗ്ലിംഗിലായിട്ടുള്ള ബിസിനസ്സുകാർ നോക്കിക്കഴിഞ്ഞാൽ അവർ തീരുമാനമേ എടുക്കില്ല എന്നുള്ളതാണ്. തീരുമാനമില്ലായ്മയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, അവരുടെ ബിസിനസ്സിനെ സ്ലോ ആക്കുന്നത്. ഇന്നത്തെ കാലത്ത് സ്ലോ ആവാന്ന് പറഞ്ഞാൽ, ഡിലേ ആവാന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡെത്ത് ആണ്, ബിസിനസ്സിന്റെ മരണമാണ്. ഇന്ന് സ്പീഡാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ, സ്പീഡ് ഈസ് ദ നീഡ് ഓഫ് ദ ഹവർ എന്നാണ് അല്ലെ? ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഇന്നത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ സ്പീഡാണ്. അപ്പോൾ സ്പീഡിൽ ആക്ഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ മൈൻഡിന് നല്ല ക്ലാരിറ്റി വേണം. തീരുമാനങ്ങൾക്ക് ഫാസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, വളരെ ഫാസ്റ്റായിട്ട് തീരുമാനം എടുക്കുക എന്നുള്ളത് ഒരു ബിസിനസ്സുകാരന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലുകളിൽ ഒന്നാണ്. പക്ഷെ നിർഭാഗ്യവശാല് മഹാഭൂരിപക്ഷം ആളുകളും മഹാഭൂരിപക്ഷം ബിസിനസ്സുകാരും തീരുമാനം എടുക്കില്ല എന്നുള്ളതാണ്. തീരുമാനമില്ലായ്മയാണ് അവരുടെ ബിസിനസ്സിൽ സ്റ്റക്ക് ആക്കുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഫാസ്റ്റായിട്ട് തീരുമാനം എടുക്കുക എന്നുണ്ടെങ്കിൽ, ഫാസ്റ്റായിട്ട് തീരുമാനം എടുക്കുക എന്ന് മാത്രമല്ല, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് തീരുമാനം എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എന്താണ്, അവർ കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് ഒത്തിരി ഡൗട്ട് ഉണ്ടാവുമ്പോൾ, ഫിയർ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും തീരുമാനം എടുക്കില്ല എന്നുള്ളതാണ്. ഫിയർ, ഡൗട്ട്, ഇൻഡിസിഷൻ, ഇത് മൂന്നും വന്നു കഴിഞ്ഞാൽ എന്താവും, ഓട്ടോമാറ്റിക്കലി തീരുമാനം മാറ്റി വെക്കും എന്നുള്ളതാണ്. തീരുമാനം എടുക്കാതെ എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. അപ്പോൾ എന്താവും, തീരുമാനം എടുക്കാതെ അവർക്ക് ജീവിതത്തിൽ എന്തല്ല, ജീവിതത്തിലെ ബിസിനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്ഷൻസ് എടുക്കാതെ നമുക്ക് റിസൾട്ട് കിട്ടില്ല. നമുക്ക് മാസീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മാസീവ് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. മാസീവ് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ
എന്ത് വേണം? നമുക്ക് ആ ഒരു മാസീവായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവണം. മാസീവായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മാസീവായിട്ടുള്ള തോട്ട്സുകൾ ഉണ്ടാവണം എന്നുള്ളതാണ്. മാസീവ്